എന്ത് തന്നോട് ഞാൻ എപ്പോഴും ഇവിടെ വരാൻ പറഞ്ഞു? ഞാൻ ഒറ്റ ഒരുത്തൻ കാരണം നമ്മുടെ പത്രത്തിന് കിട്ടേണ്ട എക്സ്ക്ലൂസീവ് ഫോട്ടോ നഷ്ടപ്പെട്ടു. ഇതിൽ എന്ത് എക്സ്ക്ലൂസീവാ? ഒരേ ഫോട്ടോ തന്നെ എല്ലാവർക്കും കിട്ടുന്നത്. നമുക്കിനി വേണമെങ്കിൽ ആ ഓടിപ്പോയവന്മാരുടെ കയ്യിൽ നിന്ന് അമ്മയുടെ മുന്നേ ഫോട്ടോ വാങ്ങിച്ചാ പോരെ? ബാഗിൽ ഫോട്ടോ എടുത്ത് നടന്നാൽ മാത്രം പോരാ, കുറച്ചൊക്കെ ആത്മാർത്ഥ കാണിക്കണോ? എനിക്ക് കിട്ടുന്ന നക്കാപ്പിന്റെ കാശുള്ള ആത്മാർത്ഥൊക്കെ കാണിക്കുന്നു. എടോ, ഒരു പത്രപ്രവർത്തകന് കാശിനേക്കാൾ ഉപരി ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവന് സമൂഹത്തോട് കുറച്ച് പ്രതിബദ്ധത വേണം, സത്യസന്ധത വേണം, കടപ്പാട് വേണം. കടപ്പാട് അതിലേക്ക് ആവശ്യത്തിലേറെ ഉണ്ട്. റേഷൻ കടയില്, പലചരക്കടയില്, പാൽക്കടയില് ഒക്കെ കടപ്പാടാ. ഇപ്പൊ കടപ്പാട് കൂടി എന്റെ കടപ്പാടം പോവാറായി. എത്രയായി? 8 രൂപ. ദൈവമേ, ഇനി ഇവിടെ കടപ്പാടാവോ? അല്ല ചേട്ടാ, ഒരു വാട്ട ചായക്ക് 8 രൂപ. ഇതെന്താ സ്റ്റാർ ഹോട്ടലാ? ചായക്ക് 1 രൂപയുള്ളൂ. പൊട്ടിച്ച കാശിന്റെ വില. അത് ഞാൻ തരും. ഞാനും ഗ്ലാസ് വലിച്ചെറിയുമ്പോ എന്ത് ആവേശമായിരുന്നു. ആ ആവേശം കാശ് കൊടുക്കുമ്പോൾ കാണിക്കണം. ഉത്തരവാദിത്വം ആത്മാർത്ഥം കൂട്ടിക്കൊഴിച്ച് കൊടുത്താൽ ഇയാൾ വാങ്ങിക്കില്ല. അതുകൊണ്ട് ഉണ്ടോ പറ്റില്ലല്ലോ. ശരാശരി മനുഷ്യർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: ലക്ഷ്യം, വാശി, എടുത്തു ചാട്ടം, ആലോചിക്കാതെയുള്ള പിടിച്ചെറി. ഇവയൊന്നും പാടില്ല. ധർമ്മഷ്ടുണ്ടാകും തഥാസ്തു. നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞിട്ട് സാരാംശം? ഇല്ല. ഇനിയെങ്കിലും പണിയെടുക്കാതെ തിന്നാൻ പറ്റും.